മെട്രോ ഫർണിച്ചർ നെൽക്കുനി. വളയം പിടിക്കാൻ വളയിട്ട കൈകൾ. താമരശ്ശേരി സ്വദേശി വിലാസിനി എന്ന 36-കാരിയുടെ കയ്യിൽ നാഷണൽ പെർമിറ്റ് റോറിയുടെ വളയങ്ങൾ സുരക്ഷിതം. താമരശ്ശേരി ചുരം കോഴിക്കോടിന് താമരശ്ശേരിക്ക് 50 കിലോമീറ്റർ. 100, 110, 100, 110. ഓളിങ്ങനെ വളയം പിടിച്ച് ഇങ്ങനെ വരുന്നു. കോഴിക്കോട് മൈസൂർ റൂട്ടിൽ ചരക്കുമായി പോകുന്ന റോറിയുടെ ഡ്രൈവറാണ് വിലാസിനി. വയനാട് ചുരം നിഷ്പ്രയാസം ഡ്രൈവ് ചെയ്യുന്ന വിലാസിനിയുടെ മികവിന് പുരുഷ ഡ്രൈവർമാർ വരെ അഭിനന്ദനവുമായി എത്തുന്നു. ഓരോരോ പെണ്ണുങ്ങൾ എന്തൊക്കെ പണികളാ ചെയ്യണ്. നമ്മൾ മാത്രം ഈ അടുക്കളയിൽ കിടന്ന് നെരുകിക്കാന്. ഇതൊക്കെ നമ്മൾ ആരോട് പറയാനാ? അല്ല, പറഞ്ഞിട്ട് എന്താ കാര്യവും? ലോറി പോയിട്ട് ഒരു സൈക്കിൾ ഓടിക്കാൻ പൊറുക്കാൻ സമ്മതിക്കുവോ? പെണ്ണുങ്ങൾ സ്വതന്ത്രരാന്ന് ഈ നാട്ടിലെ പുരുഷന്മാർക്ക് പിടിക്കൂല. ഓൾക്ക് എന്തും ആകാം. ഓൾക്ക് വണ്ടി ഓടിക്ക, തെങ്ങുമ്മ കേറാ, നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി നടക്ക, ഓരോരോ കുമ്പിടിയിൽ പോയിട്ട് ഇങ്ങനെ കുത്തിരുന്ന് സൊറ പറയാ, ടൂറ് പോക, പേന്റ് ഉടുക്ക, ട്രൗസർ ഉടുക്ക, എങ്ങനെ വേണമെങ്കിലും നടക്ക. എന്തൊരു സ്വാതന്ത്ര്യം ഈ ആണുങ്ങക്ക്. ഇതൊക്കെ ആലോചിക്കുമ്പോ അസൂയാണ്. റബ്ബേ, അടുത്ത ജന്മത്തിലെങ്കിലും നമ്മൾ ഒരാണാക്കണേ. ആ വിലാസിന് ലോറി ഓടിക്കണേ. ലോറി ഒന്നും വേണ്ടായിനു. ഒരു കാർ ഓടിക്കേ. ഇനി അതും വേണ്ട, ഒരു സ്കൂട്ടർ ഓടിക്കേ. സാധനം പൊരയുള്ളപ്പോ അതൊന്നും ഓടിക്കാൻ പഠിക്കണ്ടേ? ലോറിയൊന്നും ഒരു കാലത്ത് നടക്കാൻ പോണില്ല. MIT എങ്കിൽ MIT. ഇതൊന്ന് പഠിച്ചിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. അതിനെങ്ങനെ അതൊന്ന് പഠിക്കണമെങ്കിൽ പൊരയുള്ളവർ സമ്മതിക്കണ്ടേ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കണമാതിരി നമ്മൾ പരിഹരിക്കേണ്ടി വരും. എന്നാണ് ഈ പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുക? സ്വാതന്ത്ര്യമൊക്കെ 1947 ആഗസ്റ്റ് 15 കിട്ടിയില്ലേ പത്തുവോ? അതാണുങ്ങൾക്ക്. നമ്മള് പെണ്ണുങ്ങൾക്ക് ഇതുവരെ സ്വാതന്ത്ര്യം കിട്ടിയില്ല. അനക്കെന്തിനാണ് പോത്തെ സ്വാതന്ത്ര്യം? കണ്ടില്ലേ ഞാൻ പോത്തേന്ന് വിളിച്ചത്? ഞാൻ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളെ വിളിക്കലുണ്ടോ? നിങ്ങളെ മോന്തേന്റെ സൗന്ദര്യം വെച്ചിട്ട് വിളിക്കുകയാണെങ്കിലേ കൊറേ മൃഗങ്ങളെ പേര് വിളിക്കാണ്ട്. പാത്തുവോ, അന്ന പോത്തെന്ന് വിളിച്ചത് വേറെ ഏതെങ്കിലും പോത്ത് കേട്ടിട്ടുണ്ടല്ലോ. ആ പോത്ത് ഇന്നെ വന്ന് കുത്തി കൊല്ലു. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പോത്ത് കുത്തി കൊല്ലുന്ന തന്നെയാ നല്ലേ. ഇത് പറയുന്ന എനിക്ക് അറിയടി. ഞാൻ പറയൂ. എന്താണെങ്കിലും MIT ഓടിക്കാൻ പഠിക്കണോ? നല്ല കാര്യായി. ഇനിയിപ്പോ ഇതിന്റെ ഒരു കുറവുകൂടി ഉള്ളൂ. അല്ല, MIT പഠിച്ചിരിക്കാൻ ബീ വെക്കാൻ പോവുക. എന്തിപ്പത്ര ചിരിക്കാൻ? അല്ല മോളെ, എന്റെ ഉമ്മാക്ക് MIT പഠിക്കണമെന്ന്. അത് കൊള്ളാലോ. അതിനെന്തിപ്പ ചിരിക്കാൻ? അങ്ങനെ അങ്ങോട്ട് ചോദിച്ചോടുക്കും മോളെ. അപ്പൊ നിങ്ങൾ രണ്ട് ഫെമിനിസ്റ്റുകൾ തമ്മിൽ ഒന്നായി. ഞങ്ങള് ഫെമിനിസ്റ്റുകളൊന്നല്ല, രണ്ട് സ്ത്രീകളാ. ഉമ്മ സ്കൂട്ടർ പഠിച്ചെന്ന് വിചാരിച്ച എന്തിത്ര പ്രശ്നം? ഉമ്മ പഠിച്ചോമ്മ? പഠിക്കണേ പഠിച്ചോട്ടെ, പക്ഷെ എന്റെ സ്കൂട്ടറിൽ പഠിക്കാൻ നമ്മൾ സമ്മതിക്കൂല. ഇത് സ്കൂട്ടർ ആണെന്ന് ആരാ പറഞ്ഞേ? 2 ചക്രമുള്ള പാട്ട യന്ത്രം. നോക്ക്, എന്റെ MIT ചീത്തറിഞ്ഞാലുണ്ടല്ലോ. എന്റെ ഉപ്പ, ഇതുപോലുള്ള പഴയ സ്കൂട്ടർ പഠിക്കാന്നല്ലേ. പുതിയ സ്കൂട്ടർ ആകുമ്പോ പഠിച്ചാൽ ചിലപ്പോ കേടായി പോവും. അപ്പൊ എന്റെ MIT കേടാവുന്നതിന് കുഴപ്പമില്ല. ഇതിന് എവിടേക്കാ കേടാവുള്ളു? നോക്ക്, ഇന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്റെ MIT പറഞ്ഞാലോ ഞാൻ സഹിക്കൂല. നമ്മളിപ്പോ MIT ഓടിക്കാൻ പഠിക്കരുത്, അത്രയല്ലേ ഉള്ളൂ. ഉമ്മ പഠിക്കട്ടെ ഉപ്പ, നല്ലല്ലേ. എന്നിട്ടൊരു സ്കൂട്ടി വാങ്ങാലോ. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് ചെത്താൻ പോകാൻ. ചെത്താരൊക്കെ സ്കൂട്ടി മേലാവുള്ള ചെത്താൻ പോവല്ലേ? ആ ചെത്തല്ല, ഈ ചെത്ത മീൻകാരാ. എന്റെ നിങ്ങൾ രണ്ടാളും കച്ചറ കൂടല്ലേ. ഉമ്മയോട് പഠിക്കാൻ പറഞ്ഞെന്ന് പറപ്പാ. ശരി, സമ്മതിച്ച് പഠിച്ചു തൊലക്കി. ഒന്ന് സ്നേഹത്തോടെ പറയൂ മുസക്കായെ. അന്ന സ്നേഹത്തോടെ പഠിച്ചു തൊലക്കി. ഞാൻ പോവുക. ഓളൊരു പഠിത്തോ. സ്കൂളിൽ പോയ സമയത്ത് പഠിച്ചിട്ടില്ല, എന്നിട്ട് ഇപ്പോഴാണ് ഓളൊരു പഠിത്തോ. ആദ്യം സ്റ്റാർട്ടായി ഫസ്റ്റ് ചോട്ട് തന്നെ. മുസക്കായി പോയി എനിക്ക് പഠിക്കാൻ വണ്ടി എടുത്തിട്ടു. അതിനാദ്യം ലേണേഴ്സ് എടുക്കണം ഉമ്മ. അത് പേടാള്ള എടുക്കായി. അതായത് ലേണേഴ്സ് ലൈസൻസ് എടുക്കണേല് ഒരു പരീക്ഷ ഉണ്ട്. ആ പരീക്ഷ എഴുതി ജയിച്ചാലേ വണ്ടി ഓടിക്കാൻ പറ്റൂ. സ്കൂട്ടർ ഓടിക്കാനും ഇനി പരീക്ഷ ഉണ്ടോ? അതെ, ഉമ്മാക്ക് സ്കൂട്ടർ മുറ്റത്തൂടെ ഓടിച്ചു കളിച്ചാ പോരല്ലോ, റോഡിലൂടെ ഓടിക്കണ്ടേ? എന്നാ ലേണേഴ്സ് ടെസ്റ്റിൽ പാസ്സാവണം. അതിനുശേഷം ലൈസൻസ് കിട്ടണേല് വണ്ടി ഓടിച്ച് കാണിക്കുകയും വേണം. അപ്പഴേ ലൈസൻസ് കിട്ടൂ.
ഈ ലവേഴ്സ് പരീക്ഷ എന്നപ്പോ ഞമ്മക്ക് ലേണേഴ്സ് ഉമ്മ. ആ കമ്മ ചെയ്തിയാ ജയിക്കോ? ഇനി ഏതെങ്കിലും ട്യൂഷന് പോണ്ടി വരുമോ? അത്ര വലിയ പരീക്ഷ ഒന്നല്ലോ ഉമ്മ. അല്ല ആ 4 മോളഞ്ച ബുദ്ധി വെച്ച് അവക്ക് വലിയ പരീക്ഷ എന്നാ. അല്ലുമ്മ, ഉമ്മ ധൈര്യമായിട്ടിരിക്കെ. ഇതൊക്കെ പുഷ്പം പോലെ ജയിക്കൂലേ. ആദ്യം ലേണേഴ്സ് എടുക്കാനുള്ള പരിപാടി നോക്കാം. എന്നിട്ട് വേണം ഞമ്മക്ക് വണ്ടി ഓടിച്ച് ഇങ്ങനെ ടൗണിൽ കൂടെ ചെത്താന്. വാ മോളെ വേം പഠിക്കാം.